ചെറുപയർ പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ഇവിടെ കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പരിപ്പ്, നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് വറുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാറ്. അതിന് ശേഷമാണ് പരിപ്പ് കഴുകി കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ കഴുകിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ വറുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മളിത് വറുത്തതിന് ശേഷം നമ്മളൊരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ മീതെ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പരിപ്പ് ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് ഞാനൊരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം തന്നെയാണ് ഇതൊന്ന് കഴുകിയെടുക്കുന്നത്. ഇനി നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വേറൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നെയ്യ് ചെറിയ പാത്രത്തിലാണ്, അപ്പോൾ ഈ ടീസ്പൂണായിട്ട് എടുക്കുകയാണ് എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലത്. എന്നിട്ട് അതിൽ നമുക്ക് നാളികേരക്കൊത്ത് വറുത്തെടുക്കണം. അതേപോലെ അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയിരിക്കുന്നത് ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 പാല് മാറ്റി വെച്ചിട്ട് നാളികേരത്തിൻ്റെ 1/4 പാല് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് 2/2 പാല് എടുക്കില്ലേ, അത് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ പരിപ്പ് വേവിക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ആ ഗ്ലാസ്സിന് തന്നെയാണ് 3 ഗ്ലാസ് തേങ്ങാപ്പാൽ 2/2 പാൽ എടുത്തിട്ടാണ് ഇത് വേവിക്കാൻ പോകുന്നത്. നമ്മൾ വെള്ളത്തിൽ പരിപ്പ് വേവിക്കുന്നതിന് പകരമായിട്ടാണ് ഞാൻ തേങ്ങാപ്പാലിൽ വേവിച്ച് കൊടുക്കുന്നത്. കുക്കറിൽ നാളികേരപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഹൈയിലാക്കിയിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം അത് സിമ്മിലാക്കി കൊടുക്കുക. അതിന് ശേഷം 2 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പരിപ്പ് പായസത്തിനുള്ള വേവ് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ 3 വിസിലോട് കൂടിയാണ് ഈ പരിപ്പ് വേവിച്ചെടുത്തത്. 1 ഹൈയിലും 2 സിമ്മിലും ആക്കിയിട്ടാണ് വിസിൽ വന്നത്. പായസത്തിനുള്ള പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് അരിച്ചതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പായസത്തിലേക്ക് 4 ഏലക്കായും അതേപോലെ ചെറിയ കഷ്ണം ചുക്കും പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒരുവിധം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഫസ്റ്റ് പാലില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പരിപ്പ് ഏത് പായസമാണെങ്കിലും തിളക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിള വരുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. എന്നിട്ട് സ്റ്റവിൽ നിന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതാ പാൽ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് പായസത്തിലേക്ക്. നല്ല കട്ടിയുള്ള പാലായിരിക്കും ഫസ്റ്റ് പാൽ. നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കി എടുക്കുന്നതല്ലേ. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ സ്റ്റവിൽ വെച്ച് കൊടുക്കുക. തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പരിപ്പ് പായസം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ മറ്റുള്ള പായസം ഉണ്ടാക്കുന്ന അതേ പണി തന്നെ ഉള്ളൂ നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാനും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.